ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിളിൻ്റെ AI ടൂളായ ജെമിനി AI, അതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. AI ടൂളുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പൊതുവെ കേട്ടുവരുന്ന ഒരു നെയിമാണ് ChatGPT. അത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. പൊതുവെ നമ്മൾ കോമൺ ആയിട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് അതിനോട് ചോദിക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യാറ്. നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേർഡ്സ് കിട്ടാതിരിക്കുമ്പോഴൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഇതിൽ സെറ്റിങ്സ് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഡയറക്റ്റ് നമ്മളെ മലയാളത്തിൽ സംസാരിച്ച് അതിനോട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് അതിനറിയാവുന്ന ഉത്തരങ്ങൾ മാക്സിമം അത് എന്ന ഡീറ്റെയിൽസാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ പ്ലേ സ്റ്റോറിലാണല്ലോ ആപ്ലിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജെമിനി AI എന്ന് സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് വരും. ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഗൂഗിൾ ജെമിനി കാണിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതിനെ കൊണ്ടാണ് ഇൻസ്റ്റാൾഡ് കാണിക്കുന്നത്, ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നമുക്ക് അതിന് പകരം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും ഓപ്പണിന് പകരം. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യാനും സംസാരിച്ചിങ്ങാണ്ട് ഡീറ്റെയിൽസ് എടുക്കാനും ഫോട്ടോ ഷെയർ ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാനെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഭാഷയിൽ, അതായത് മലയാളത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന ആർന്ന് കാണുന്നുണ്ടല്ലോ, അത് എൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പോൾ അതുപോലെ നിങ്ങളെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും അവിടെ കാണുക. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തുനിന്ന് മേലോട്ട് ഹെൽപ്പ്, ഫീഡ്ബാക്ക്, സെറ്റിങ്സ്, മൂന്നാമത്തെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനി ലാംഗ്വേജ് കാണാം. ഫോർ സ്പീക്കിംഗ് ഇറങ്ങാണ്ട് ജെമിനി ഇറങ്ങാണ്, അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്കറിയാത്ത കുറേ ലാംഗ്വേജസ് ആണ് കാണുക. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ ഓൾറെഡി ലാംഗ്വേജ് ഓൾറെഡി സെലക്റ്റഡ് ആണ്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഓൾറെഡി ഇംഗ്ലീഷ്, യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കും. കൂടാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാനുള്ള ലാംഗ്വേജും കാണും. അപ്പോൾ നമ്മൾ അഡീഷണൽ ലാംഗ്വേജ് ആഡ് ചെയ്യുന്നതിന് പകരം ഈ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ മലയാളം ഇന്ത്യ എന്ന് പറയുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒന്ന് ക്ലോസ് ആവും. എന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയ ഐക്കൺ പോയിങ്ങാണ്ട് രണ്ടാമത് ഓപ്പൺ ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓപ്പണായി വരുമ്പോൾ നമ്മൾ ഇൻ്റർഫേസ് മലയാളത്തിലായി വന്നിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. താഴെ നമ്മൾ സംസാരിക്കുന്ന എന്താണോ അത് ക്യാച്ച് ചെയ്യാനും മൈക്കും ഷെയർ ചെയ്യാൻ ഫോട്ടോസിൻ്റെ ഐക്കണൊക്കെ ഉണ്ട്. ടൈപ്പ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അതായത് അപ്പോൾ എന്തിൻ്റെ റെസിപ്പി അങ്ങനെ എന്താണെങ്കിൽ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം ചോദിച്ചു നോക്കാം നമുക്ക്. ഡീറ്റെയിൽസ് തന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ വോയിസ് ഓവറും തരും. ഇതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മലബാറി ബിരിയാണി ഉണ്ടാക്കാനുള്ള പാചകക്കുറിപ്പ്. ചേരുവകൾ: അരി 2 കപ്പ്, ബാസ്മതി അല്ലെങ്കിൽ ജീരകശാല അരി. ഇറച്ചി 1 കിലോ, ആട്ടിറച്ചി. സവാള 3 എണ്ണം വലുത്. തക്കാളി 2 എണ്ണം. ഇത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വന്നത് മുഴുവൻ വായിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും ഡീറ്റെയിൽസ് എടുക്കാം. നമുക്ക് മാക്സിമം നമുക്ക് പൊതുവെ നമ്മൾ ടൈപ്പ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളെ വേർഡ്സിൽ, അതായത് മലയാളത്തിൽ തന്നെ സംസാരിച്ച് നമുക്കത് എത്രത്തോളം അതിൽ നിന്നും വിവരങ്ങൾ കിട്ടുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
ഓക്കെ, താങ്ക് യു.